ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ലുസിയാന സംസ്ഥാന ഗവർണറെ ഗ്രീൻലാൻഡിൽ തൻ്റെ പ്രത്യേക പ്രതിനിധിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ചു. യൂറോപ്പിലെ ഡെൻമാർക്ക് എന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ് ഗ്രീൻലാൻഡ്. ധാതുക്കൾ കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശം തങ്ങൾക്ക് കൈമാറാനോ വിൽക്കാനോ ഡെൻമാർക്ക് തയ്യാറാകണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇങ്ങനെ ഒരു നടപടി ആവശ്യമാണ് എന്നാണ് ട്രംപും കൂട്ടാളികളും വാദിക്കുന്നത്. സൈനിക നടപടിയിലൂടെ ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കാൻ മടിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കുന്നതിനെ ന്യായീകരിക്കുന്നയാളാണ് ലുസിയാന ഗവർണർ. ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കുക എന്ന ദൗത്യമാണ് ഈ ഗവർണറെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിയമനം തങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എന്നാണ് ഡെൻമാർക്കിൻ്റെ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. USA അംബാസിഡറെ വിളിച്ചു വരുത്തി ഡെൻമാർക്ക് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നാറ്റോയും ഈ നടപടിയോട് യോജിക്കുന്നില്ല. ന്യൂസിലൻഡുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. ഇതനുസരിച്ച് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന 95% ഉൽപ്പന്നങ്ങളുടെയും നികുതി കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്തു. ഈ ആനുകൂല്യം ഇന്ത്യ ന്യൂസിലാൻഡിനും നൽകും. 8 മാസം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു കരാർ ഒപ്പിടാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചത്. മാർച്ച് മാസത്തിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് ചർച്ചകൾ ആരംഭിച്ചത്. ഈ തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ന്യൂസിലാൻഡ് പാർലമെന്റ് നിർദ്ദിഷ്ട കരാറിന് അംഗീകാരം നൽകണം. മന്ത്രിസഭയിലെ ഒരംഗത്തിന് ഈ കരാറിനോട് യോജിപ്പില്ല. ന്യൂസിലാൻഡിൻ്റെ താൽപ്പര്യങ്ങൾ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല എന്നാണ് വിമർശനം. ഈ എതിർപ്പ് പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കുന്നതിന് തടസ്സമാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാർ നിലവിൽ വരാൻ 6 മാസമെങ്കിലും വേണ്ടിവരും. 2 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയിൽ കൂടുതൽ വർദ്ധിക്കും എന്നാണ് വിലയിരുത്തൽ. ട്രംപുമായുള്ള താരിഫ് ചർച്ചകൾക്ക് കരുത്തേകുന്നതാണ് ഈ നടപടി. അനധികൃതമായി അമേരിക്കയിൽ കുടിയേറി പാർക്കുന്ന വിദേശികൾക്ക് പൊതുമാപ്പ് നൽകാൻ ഭരണകൂടം തീരുമാനിച്ചു. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പായി നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഇത്തരക്കാർക്കെതിരെയുള്ള എല്ലാ സിവിൽ കേസുകളും പിൻവലിക്കും. നാട്ടിലേക്ക് പോകാനുള്ള വിമാനക്കൂലിയും സ്റ്റൈഫൻഡായി $3000 നൽകും. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ തുടരാൻ അനുവദിക്കില്ല എന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. കൊടും കുറ്റവാളികളെ പോലെ കാലിലും കൈകളിലും വിലങ്ങുവെച്ചാണ് ആദ്യം അനധികൃത കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് മടക്കി അയച്ചിരുന്നത്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഈ വിലങ്ങുകൾ നീക്കിയിരുന്നില്ല. കുടിയേറ്റം നിയമവിരുദ്ധമായിരുന്നു എങ്കിലും ഇവരെ കുറ്റവാളികളായി ട്രംപിൻ്റെ മുൻഗാമികൾ കണ്ടിരുന്നില്ല. പഴയ സമീപനം ഉപേക്ഷിച്ചതും പൊതുമാപ്പ് നൽകാൻ തീരുമാനിച്ചതും സ്വാഗതാർഹമായ നടപടിയാണ്. പാലക്കാട്
കുട്ടികളുടെ കരോൾ സംഘത്തിനെതിരെ ആക്രമണമുണ്ടായി. ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഇതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എത്തി. ലോകത്തെ രക്ഷിക്കാനായി വന്ന യേശുനാഥൻ്റെ ജന്മദിനമാണ് ലോകത്തെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്തുമസായി ആചരിക്കുന്നത്. ഈ ആഘോഷത്തിൽ പങ്കുചേരരുത് എന്നാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ആഹ്വാനം. തങ്ങളുടെ പ്രസ്ഥാനത്തെ പരിപോഷിപ്പിക്കാനുള്ള ഒരവസരമായി മതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെ ഉപയോഗിക്കുന്നത് വളരെ അനുചിതമായ ഒരു നടപടിയാണ്. മാനവരാശിക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ആശംസിക്കുന്ന ക്രിസ്തുമസിൻ്റെ രാഷ്ട്രീയം സ്നേഹം മാത്രമാണ്. ആരെയും വെറുക്കാൻ ക്രിസ്തു പഠിപ്പിക്കുന്നില്ല. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഒരാളെയും നിർബന്ധിക്കാറില്ല. ആക്രമണകാരികളെ നിയമത്തിന് വിട്ടുകൊടുക്കണം. ഒറ്റപ്പെട്ട പ്രാദേശിക സംഭവങ്ങളായി ഇത്തരം ആക്രമണങ്ങളെയും ആഹ്വാനങ്ങളെയും അവഗണിക്കുകയും വേണം. കഴിഞ്ഞ വർഷമുണ്ടായ കലാപത്തെ തുടർന്നാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ അഭയം തേടിയത്. കലാപകാരികളാണ് മുഹമ്മദ് യൂനുസിനെ മുഖ്യ ഉപദേഷ്ടാവായി പ്രതിഷ്ഠിച്ചത്. തിരഞ്ഞെടുപ്പ് നടത്തി ഭരണം ജനപ്രതിനിധികൾക്ക് കൈമാറും എന്ന വ്യവസ്ഥയിലായിരുന്നു ഈ നിയമനം. അന്തരീക്ഷം കലുഷിതമായി തുടർന്നതിനാൽ തിരഞ്ഞെടുപ്പ് നീണ്ടുപോയി. 2026 ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടത്തും എന്ന പ്രഖ്യാപനം വന്നിട്ടും സ്ഥിതിഗതികൾ ശാന്തമായില്ല. ഈ സാഹചര്യത്തിലാണ് സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് വെടിയേറ്റു മരിച്ചത്. കലാപം തുടരുന്നതിനാൽ അധികാരത്തിലേറ്റിയവർ പോലും മുഹമ്മദ് യൂനുസിനെ തള്ളിപ്പറയുന്നു. കലാപത്തിനു പിന്നിൽ ഇന്ത്യയാണെന്ന വാദം മുഹമ്മദ് യൂനുസ് തള്ളിയെങ്കിലും ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് പാകിസ്ഥാന്റെ ശ്രമം. ഇന്ന് ബംഗ്ലാദേശ് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സംഭാവനയാണ് എന്ന കാര്യം മറക്കരുത് എന്നാണ് റഷ്യയുടെ ഉപദേശം. തൻ്റെ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൽപ്പാദകൻ ഉപഭോക്താവിന് കൈമാറുന്നത് പരസ്യങ്ങളിലൂടെയാണ്. അനവധി പരസ്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും പെടാത്ത ഒരു പരസ്യമാണ് ടെലിഗ്രാം എന്ന സമൂഹ മാധ്യമത്തിൻ്റെ സ്ഥാപകൻ പാവൽ ഡുറോവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയത്. തൻ്റെ കുട്ടികളെ ഗർഭം ധരിക്കാൻ തയ്യാറുള്ള സ്ത്രീകൾക്ക് ബീജം സൗജന്യമായി നൽകും. കൃത്രിമ ബീജസങ്കലനം മുതൽ പ്രസവം വരെയുള്ള എല്ലാ ചെലവുകളും ഇദ്ദേഹം വഹിക്കും. എല്ലാ മക്കൾക്കും തൻ്റെ സ്വത്ത് തുല്യമായി വീതിച്ചു നൽകും. ഇതിനകം തന്നെ 100-ലധികം കുട്ടികളുടെ പിതാവാണ് ശതകോടീശ്വരനായ ഈ റഷ്യക്കാരൻ. 38 വയസ്സ് കഴിയാത്ത ഏതൊരു സ്ത്രീക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട്. പ്രസവാനന്തരം മക്കൾക്ക് പരസ്പരം തിരിച്ചറിയാനുള്ള രേഖകളും നൽകും. പുരുഷവർഗം നേരിടുന്ന വന്ധ്യതയ്ക്കുള്ള പ്രതിവിധി എന്നാണ് ഈ പദ്ധതിയെ പാവേൽ ഡുറോവ് വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ പൂർവികരുടെ ജന്മദേശം എന്ന് ഇസ്രായേലും പാലസ്തീനും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. 1948 ബ്രിട്ടൻ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് പാലസ്തീൻ അവകാശപ്പെട്ടതാണ് ഈ പ്രദേശം. 1967 യുദ്ധത്തിലാണ് വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുത്തത്. ഇതേ തുടർന്നാണ് പല സ്ഥലങ്ങളിലും ഇസ്രായേൽ യഹൂദ കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. അനധികൃതമായി സ്ഥാപിക്കപ്പെട്ട ഈ കുടിയേറ്റ മേഖലകൾ തദ്ദേശീയരായ പാലസ്തീനികൾക്ക് വലിയ ഭീഷണിയാണ്.
അന്താരാഷ്ട്ര സമൂഹം ഈ കുടിയേറ്റത്തെ അംഗീകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള 19 കേന്ദ്രങ്ങൾക്ക് ഇസ്രായേൽ ഭരണകൂടം കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി. 13 യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും ഈ നടപടിയെ എതിർത്തുകൊണ്ട് പ്രസ്താവനയിറക്കി. ദ്വിരാഷ്ട്ര രൂപീകരണത്തെ തകർക്കുന്നതാണ് ഈ നടപടി. പാലസ്തീനെ പോലെ ഒരു തീവ്രവാദി രാഷ്ട്രം ഉണ്ടാകുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് ഇസ്രായേലിന്റെ വാദം. ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ് മറിയം യേശുവിനെ പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ ലോകത്തെങ്ങുമുള്ള ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഈ നഗരം. ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ക്രിസ്തുവിനോളം പഴക്കമുണ്ട്. വർഷം തോറും ഇവിടെ നടക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പങ്കെടുക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം നിർദ്ദിഷ്ട പാലസ്തീൻ രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ്. പാലസ്തീൻ അതോറിറ്റിയാണ് ഈ നഗരത്തിൻ്റെ ഭരണകർത്താക്കൾ. ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്ന ഗാസയും ബത്ലഹേമും തമ്മിലുള്ള ദൂരം 73 കിലോമീറ്റർ മാത്രമാണ്. 2023-ലും 24-ലും ഇവിടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടത്താൻ ഇസ്രയേലി സൈനികർ അനുമതി നൽകിയില്ല. ഇവരുടെ അനുമതി കൂടാതെ ഈ പുണ്യനഗരം സന്ദർശിക്കാൻ കഴിയുമായിരുന്നില്ല. വെടിനിർത്തലിനെ തുടർന്നാണ് ബത്ലഹേമിലേക്ക് ക്രിസ്മസ് ഈ വർഷം മടങ്ങി വന്നത്. തീർത്തും സ്വാഗതാർഹമായ ഒരു നടപടിയായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവേളകളെ മുന്നിൽ കണ്ട് ആക്രമണം ആസൂത്രണം ചെയ്തു നടപ്പിലാക്കുന്നത് ചില സ്ഥലങ്ങളിൽ പതിവായിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരാക്രമണം ആദ്യമായി തുർക്കിയിലുണ്ടായത് 2017-ലാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയാണ് ഈ ആക്രമണങ്ങൾക്ക് ഉത്തരവാദി എന്ന് കണ്ടെത്തിയിരുന്നു. തുർക്കിയിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുക എന്നത് തങ്ങളുടെ മതപരമായ കടമയായി കരുതുന്ന ഒരു തീവ്രവാദി പ്രസ്ഥാനമാണ് ISIS. തുർക്കിയിലെ ക്രിസ്ത്യാനികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ക്രിസ്തുമസിന് മുമ്പായി ISIS ആയി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. രാജ്യവ്യാപകമായി ഈ വർഷം നടത്തിയ റെയ്ഡിൽ ആക്രമണങ്ങൾക്കൊരുങ്ങി നിൽക്കുന്ന ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ 115 ഭീകരന്മാരെ കസ്റ്റഡിയിലെടുക്കുകയും 137 പേർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ കൊല്ലാൻ തയ്യാറാക്കിയ ഈ പദ്ധതി തകർത്തത് പോലീസിന്റെ സമയോചിതമായ ഇടപെടലാണ്. ഒട്ടുമിക്ക ചാനലുകളും ക്രിസ്തുമസ് ദിവസം പ്രക്ഷേപണം ചെയ്ത വാർത്തകളിൽ ഇടം പിടിച്ച ദൃശ്യങ്ങൾ ഒരുപോലെ സന്തോഷവും ദുഃഖവും സമ്മാനിക്കുന്നു. ഡൽഹിയിലെ ഒരു ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയിൽ നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല മതസൗഹാർദ്ദത്തിനായി നിലകൊള്ളുന്ന എല്ലാ ഭാരതീയരും സന്തോഷത്തോടെയാണ് വരവേറ്റത്. ഇതോടൊപ്പം തന്നെ നൊമ്പരപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു ദേവാലയത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ചൊരുക്കിയിരുന്ന കൊടിതോരണങ്ങൾ ഒരു സംഘം ആക്രമികൾ തല്ലി തകർക്കുന്നു. അടിയേറ്റിട്ടും തളരാതെ നിൽക്കുന്ന ക്രിസ്തുമസ് പാപ്പയുടെ പ്രതിമയിൽ വീണ്ടും വീണ്ടും അടിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഭക്തി ആദരവുകളുടെ പ്രഭ കെടുത്തുന്നതാണ് ആക്രമികളുടെ ഈ പ്രകടനങ്ങൾ. ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും യോജിക്കുന്നതല്ല TV-യിലൂടെ ലോകം മുഴുവൻ പ്രക്ഷേപണം ചെയ്ത ഈ ദൃശ്യങ്ങൾ. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.